ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഞാൻ ഡോക്ടർ അമൃത രമേശ്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പെരിഫറൽ ആർട്ടറി ഡിസീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുന്നേ ഞാൻ പറയാം, ഇതിനെ നമ്മൾ സിമ്പിളായിട്ട് പറയുന്നത് കാലിൽ അറ്റാക്ക് വരിക എന്നുള്ള രീതിയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? ചില ആൾക്കാർക്ക് അതിനെക്കുറിച്ചിട്ട് അറിയുന്നുണ്ടാവും. സോ ഇന്ന് അതിനെക്കുറിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പെരിഫറൽ ആർട്ടറി ഡിസീസ് എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കുലേറ്ററി പ്രശ്നം തന്നെയാണ്, സർക്കുലേഷനിൽ വരുന്ന ഒരു പ്രശ്നം. അപ്പോൾ നമ്മുടെ കാലുകളിലേക്ക്, ലിംസ് എന്ന് പറയില്ല, നമ്മുടെ കാല് കൈ അതിലേക്കൊക്കെ, അതുപോലെ കാലിലേക്കുള്ള രക്തയോട്ടത്തിൻ്റെ തടസ്സം, എന്തെങ്കിലും ഒരു തരത്തിൽ തടസ്സങ്ങൾ വരുന്നതാണ് നമുക്കിവിടെ മെയിൻലി പറയുന്നത്. അപ്പോൾ ഈ ധമനികളിലൊക്കെ ഒരു നാരോയിങ് പോലെ അല്ലെങ്കിൽ ഒരു ഇടുക്കം പോലെ, ഒരു തടസ്സം പോലെ വന്ന് അതിനകത്ത് ഒരു ഒരു ക്ലോട്ട് പോലെയൊക്കെ ഫോം ചെയ്ത് എന്നിട്ട് പിന്നീട് ചിലപ്പോൾ ഈ ക്ലോട്ട് ഇളകിയിട്ട് വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് കടിഞ്ഞു കൂടുന്നൊരു അവസ്ഥയിലേക്കൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഇതാണ് മെയിൻലി PAD എന്ന് നമ്മൾ പറയുന്നത്, പെരിഫറൽ ആർട്ടറി ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് യൂഷ്വലി എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാറ്റി ആയിട്ടുള്ള ഒരു ഡെപ്പോസിഷൻ ആ ഒരു ഭാഗത്ത് വന്ന് അടിഞ്ഞു കൂടുന്നത് കൊണ്ടാണ് നമുക്ക് രക്തയോട്ടം പ്രോപ്പറായിട്ട് വരാത്തതും നാരോയിങ് ആവുന്നതും എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് നമ്മൾ എത്തറോസ്ക്ലീറോസിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ പ്ലേഗ് ഡെപ്പോസിഷനൊക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ അടിഞ്ഞു കൂടിയിരിക്കും. അപ്പോൾ ഇതെവിടെയാണ് അടിഞ്ഞു കൂടുന്നത്? ആർട്ടറീസിനകത്താണ്. അതാണ് PAD എന്ന് പറയുന്നത്. ഓക്കെ, ആർട്ടറീൻ്റെ അകത്ത് ഈ ഒരു ബ്ലഡ് ഫ്ലോനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഈ ബ്ലോക്ക് പോലെ അല്ലെങ്കിൽ ക്ലോട്ട് പോലെ ഇതിങ്ങനെ ഫോം ചെയ്ത് നിൽക്കും. അപ്പോൾ ഈ PADക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലിന് ഭയങ്കര വേദനയായിരിക്കും, ക്രാംസ് ഉണ്ടായേക്കാം. അതുപോലെ തന്നെ പിന്നെ മെയിൻലി കാണുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു സിംറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ ആക്ടിവിറ്റി, ഇപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ബ്രിസ്ക് വാക്കിങ്ങോ അല്ലെങ്കിൽ സാധാരണ നടക്കുന്ന സമയത്തൊക്കെ ഒരു വീക്ക്നെസ് പോലെ തോന്നും കാലിൽ. അത് എസ്പെഷ്യലി നമ്മുടെ തൈസ്, തൊടഭാഗത്ത്, അതുപോലെ തന്നെ കാഫ് മസിലിൽ, നമ്മുടെ കാലിൻ്റെ മുട്ടിൻ്റെ താഴെയിൽ ആ ബാക്ക് ഭാഗത്തായിട്ടൊക്കെയാണ് നമുക്ക് കാഫ് മസിലിലൊക്കെയാണ് കൂടുതൽ വേദന വരിക. അപ്പം ഈ ഒരു വീക്ക്നെസ് കാണുമ്പോഴത്തേക്കും നമ്മളൊന്ന് റെസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും ഓക്കെ ആയിട്ട് തോന്നുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും ഓക്കെ അത് സാധാരണ ഒരു വേദനയാണ്. പക്ഷെ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചില കേസിൽ എല്ലാ വേദനകളും ഇത് തന്നെ ആവണമെന്നില്ല, പക്ഷെ ചില കാര്യത്തിൽ നമ്മൾ കെയർഫുൾ ആയിരിക്കുക. ആൻഡ് എസ്പെഷ്യലി ഇത് ഭയങ്കരമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ട് പ്രോബ്ലംസ്, ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് ഒക്കെ ആയിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അവസ്ഥ, കാലിൽ ഇങ്ങനെ വേദന ബുദ്ധിമുട്ടൊക്കെ വരിക എന്നുണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. എന്ന് വെച്ചാൽ എല്ലാ കാലുവേദനയും ഒരുപോലെ തന്നെ ആവണമെന്നില്ല. അപ്പോൾ ഇതിന്റെ സിംറ്റംസ് നമുക്ക് നോക്കിയാലോ? അപ്പോൾ ഇതിന്റെ മെയിൻ സിംറ്റംസിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് ലെഗ് ക്രാമ്പിംഗ് ആണ്. ക്രാമ്പ് പോലെ നമുക്ക് ഇങ്ങനെ കൊളുത്തി പിടിച്ച പോലെ അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചു പോയ പോലെയൊക്കെ തോന്നില്ലേ മസിൽസിൽ, അതുപോലെ നമുക്ക് തോന്നിയേക്കാം. അത് എസ്പെഷ്യലി എപ്പോഴായിരിക്കും നമ്മൾ വാക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് ഒരു പിടുത്തം പോലെ ഫീൽ ചെയ്യുന്നത്. ഇതിന് നമ്മൾ ഇന്റർമിറ്റന്റ് ക്ലോഡിക്കേഷൻ എന്നും പറയും. പിന്നെ നമുക്ക് തോന്നുന്നത് എന്താ, ഭയങ്കര തരിപ്പ്, അതുപോലെ തന്നെ ഭയങ്കര വീക്ക്നെസ് നമ്മുടെ കാലിലേക്ക് തോന്നിയേക്കാം. പിന്നെ ഭയങ്കരമായിട്ട് തണുത്തിരിക്കുന്ന മരവിച്ച പോലത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും നമ്മുടെ കാലില്, ഫൂട്ടിലൊക്കെ, പാദത്തിലൊക്കെ. പിന്നെ കാലിലെ ഭാഗത്തായിട്ട് അല്ലെങ്കിൽ ഫൂട്ടില് ഭാഗത്തൊക്കെ ആയിട്ട്, കാലിലൊക്കെ ആയിട്ട് ചിലപ്പോൾ ചില ആൾക്കാർക്ക് മുറിവുകൾ ഉണ്ടാവും. അത് ചിലപ്പോൾ ഹീൽ ആവാനായിട്ട് വളരെ സ്ലോ ആയിട്ടുള്ളത് പോലെയും കാണപ്പെടും. വീക്കായിട്ടുള്ള അല്ലെങ്കിൽ ചിലപ്പോൾ പൾസ് പോലും നമുക്ക് കിട്ടാത്തതായിട്ടും തോന്നിയേക്കും കാലിന്റെ ഭാഗത്തേക്ക്. വളരെ ഷൈനി ആയിട്ടുള്ള സ്കിന്നും ഹെയർ ലോസും വളരെ സ്ലോ ആയിട്ടായിരിക്കും നെയിലിന്റെ ഗ്രോത്ത് ഒക്കെ കാലിലായിട്ട്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ കാണുന്ന സിംറ്റം. ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാരണത്താലായിരിക്കാം ഈ പ്രശ്നങ്ങൾ വരിക എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ അത് ഏറ്റവും കൂടുതൽ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം തന്നെ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരിലാണ് ഇത് കൂടുതലും പ്രശ്നങ്ങളായിട്ട് കാണുന്നത്. അതാണ് ഏറ്റവും വലിയൊരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത്. പിന്നെയുള്ള ഡയബറ്റിസ് ആണ്. ഷുഗർ നമ്മളെ ബ്ലഡിൽ ഒരുപാടുള്ളതാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ്. അതുപോലെ ഹൈപ്പർ ടെൻഷൻ ഒക്കെ ഉള്ള ആൾക്കാർ, ബ്ലഡ് പ്രഷർ, BP കൂടുതലുള്ള ആൾക്കാർക്ക്, കൊളസ്ട്രോൾ കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക്, ഒബിസിറ്റി, ഒരുപാട് വണ്ണം, പൊണ്ണത്തടി എന്നുള്ള രീതിയിൽ നമ്മൾ പറയില്ലേ, അങ്ങനെ ഉണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ ഏജ് ഒരു ഫാക്ടറാണ്. അത് പ്രത്യേകിച്ച് 50 വയസ്സിന് മേലിലൊക്കെ ഉള്ള ആൾക്കാരിലാണ് ഇത് കൂടുതലും കാണുന്നത്, ഒരു ഏജിന്റെ ഫാക്ടർ വരുന്നത്. പിന്നെ ഫാമിലിയിൽ എന്തെങ്കിലും കാർഡിയോവാസ്കുലർ എന്തെങ്കിലും അസുഖങ്ങളുടെ ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവരും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഇതിനെ കുറച്ച് ഡയഗ്നോസിസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഇപ്പൊ ഒരു ബുദ്ധിമുട്ടായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ അവർ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ അല്ലെങ്കിൽ അതിനുള്ളൊരു ഡയഗ്നോസ് ചെയ്യാനുള്ള ടെസ്റ്റുകൾ, സ്കാന്, കാര്യങ്ങൾ, അതിൽ ഡോപ്ലർ ഇമേജിങ് അല്ലെങ്കിൽ ABI അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ നമ്മൾ ആൻജിയോഗ്രാഫി ഒക്കെ പറയില്ല. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കണ്ടുപിടിക്കാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പൊ ഡോക്ടറെ അടുത്ത് ചെല്ലുക എന്നുള്ളതാണ് നമ്മൾ മെയിൻലി ചെയ്യേണ്ടത്. അപ്പൊ ഇതിനെങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാം?
ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ്. ലൈഫ് സ്റ്റൈലിൽ കുറെ വ്യത്യാസങ്ങൾ നമ്മൾ വരുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ സ്മോക്കിംഗ് ഉള്ള ആൾക്കാരിൽ ഞാൻ പറഞ്ഞു സ്മോക്കിംഗ് ഒരു ഫാക്ടറാണ്. സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരിൽ അത് ക്വിറ്റ് ചെയ്യുക എന്നുള്ളത്, അതെങ്ങനെയും നിങ്ങൾ നിർത്തലാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പിന്നെ റെഗുലർ ആയിട്ടുള്ള ഒരു എക്സസൈസ് നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യുക. കാരണം എക്സസൈസ് എപ്പോഴും നല്ലതാണ്. നമ്മുടെ കാഫ് മസിലിൽ എപ്പോഴും ഒരു എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അവിടുത്തെ രക്തയോട്ടം പ്രോപ്പർ ആവും. നമ്മുടെ കാഫ് മസിലിൽ നിന്ന് നമ്മുടെ ഹാർട്ടിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ആണ് നമ്മൾ മെയിൻലി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും സ്മൂത്ത് ആയിട്ട്, എത്രത്തോളം നല്ല രീതിയിൽ സർക്കുലേഷൻ ഉണ്ടോ അത്രത്തോളം നല്ലതാണ്. നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാഫ് മസിലിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ആ ബ്ലഡ്, ആ കാലിലുള്ള ബ്ലഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിലേക്ക് പോകാനായിട്ട് എളുപ്പമാണ്. ആ ഒരു നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഒരു ഇത് പോകും, സർക്കുലേഷൻ നടക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ എക്സസൈസ് ചെയ്യുക. അപ്പോൾ എക്സസൈസ് ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് എന്തുണ്ടാവും എന്ന് വെച്ചാൽ കാഫ് മസിൽ, നമ്മുടെ കാലിൻ്റെ മസിൽസ് സ്ട്രെങ്തൻ ആവുന്നതിനോടൊപ്പം തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ്, അതായത് ഷുഗർ, ഈ ഡയബറ്റിസ് ഉള്ള പേഷ്യൻസിനാണെന്നുണ്ടെങ്കിൽ അതും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറിച്ചിട്ട് ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടില്ലേ, അതിൽ പറഞ്ഞിട്ടുണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് വേറെ ഒന്നുമല്ല, നമ്മുടെ ഷുഗർ ലെവൽ കൂടുന്നതിനനുസരിച്ച് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. അപ്പം ഡയബറ്റിസ് ഉള്ള ആൾക്കാരാണ് ഈ ഒരു വിഭാഗത്തിലുള്ളത്. നമ്മുടെ കാഫ് മസിൽ എത്രത്തോളം സ്ട്രെങ്തൻ ആകുന്നു അത്രത്തോളം നമുക്ക് ഹാർട്ട് ഹെൽത്തിനായാലും ഡയബറ്റിസ് കുറയ്ക്കാനായാലും അതുപോലെ തന്നെ ഇപ്പോൾ ഡയബറ്റിസിൽ വരുമ്പോൾ ലൈക്ക് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ ആരോഗ്യത്തിന് തന്നെ ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ കാലിൻ്റെ മസിൽസ് സ്ട്രെങ്തൻ ആയിട്ട് നിൽക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ചിലപ്പോഴൊക്കെ വീക്കായിട്ടുള്ള കാലിൻ്റെ മസിൽസ് ഉണ്ടാകുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു ബ്ലഡ് ക്ലോട്ടൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. അതുപോലെ തന്നെ ഈ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ബ്ലഡ് ഫ്ലോ സ്മൂത്ത് ആവും. അപ്പോൾ ആ ക്ലോട്ട് കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് വളരെ കുറയുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാഫ് മസിൽ ടൈറ്റൻ ചെയ്യാൻ അല്ലെങ്കിൽ അത് സ്ട്രെങ്തൻ ചെയ്യാനായിട്ടുള്ള കുറേ എക്സസൈസുകളുണ്ട്. സേ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ സൈക്ലിംഗ് ചെയ്യുന്ന രീതിയിൽ, സ്വിമ്മിങ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ടോസിൽ പൊങ്ങില്ലേ, ജസ്റ്റ് നിന്നിട്ട് ടോസിൽ പൊങ്ങുക, അത് നല്ലതാണ്. അതുപോലെ ഹീൽസിൽ നടക്കുക കുറച്ച്, അങ്ങനെയൊക്കെ നല്ലതാണ്. പിന്നെ അങ്ങനത്തെ കുറച്ച് എക്സസൈസുകളുണ്ട്. ഇപ്പം നമ്മൾ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റെപ്സ് കയറുന്നൊരു മെഷീനില്ലേ, അത് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇനി ജിമ്മിൽ പോകാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീട്ടിൽ നിന്ന് തന്നെ അത് ചെയ്യാവുന്നതാണ്. നമ്മുടെ കാഫ് മസിലിനെ ടൈറ്റൻ ചെയ്യുന്ന എക്സസൈസ് യൂട്യൂബിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഞാൻ ഫോട്ടോ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. പക്ഷേ ആ എക്സസൈസ് നമുക്ക് ഫോട്ടോയിലൂടെ അധികം മനസ്സിലാവില്ല. നോക്കട്ടെ, ഞാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ കാഫ് മസിലിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന എക്സസൈസുകൾ ചെയ്യുക. നമ്മുടെ കാലിൻ്റെ മസിൽസ് എപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കും. നമുക്ക് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, നമുക്ക് സ്ക്വാട്ടിങ് ചെയ്യാം. ഇങ്ങനെ സീറ്റ് ഉണ്ട് നമ്മൾ വിചാരിച്ചുകൊണ്ട്, അസ്യൂം ചെയ്തുകൊണ്ട് സീറ്റിലിരിക്കുന്നതായിട്ട് നമ്മൾ കൈ ജസ്റ്റ് നേരെ വെച്ചിട്ട് ജസ്റ്റ് സിറ്റപ്പ് ചെയ്യുന്നത് പോലെ ജസ്റ്റ് ചെയ്യാവുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് എക്സസൈസുകൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ തൈ മസിൽസിനായാലും ഒക്കെ ഇത് ഒരു സ്ട്രെച്ചിങ് കിട്ടും. മറ്റേ ഈ പറയുന്ന പോലെ ഫ്ലെക്സിങ്, ബെഡിൽ കിടന്നിട്ടോ അല്ലെങ്കിൽ തറയിൽ കിടന്നിട്ടോ ജസ്റ്റ് കാലിങ്ങനെ മടക്കുന്ന രീതിയിൽ നമ്മുടെ ചെസ്റ്റ് പൊസിഷനിലേക്ക് മുട്ട് കൊണ്ടുവന്ന് എത്തിക്കുന്ന രീതിയിൽ അതൊക്കെ ചെയ്യുന്നതൊക്കെ വളരെ നല്ലത് തന്നെയാണ്. ഇതുപോലെ തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും ഇഷ്ടംപോലെ നമ്മുടെ കാലിൻ്റെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസുകൾ ഉണ്ടാവും. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് വേറൊരു ഗുണമുണ്ട്, നടുവേദനയൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് കുറഞ്ഞും കിട്ടും. പിന്നെ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കണം, 50+ ഏജുള്ള ആൾക്കാർക്ക് അത് കൂടുതൽ വരുന്നതെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു ഡെഫിഷ്യൻസി ഒക്കെ വരാവുന്ന ഒരു നമ്മൾ അതിനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം അത് നമ്മളെപ്പോഴും നോക്കുക. വിറ്റമിൻ ഡി ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് സപ്ലിമെൻറ്റ് കഴിക്കാം. ഡി റൈസ് അതൊക്കെ കഴിക്കാം. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡോക്ടർ പ്രിസ്ക്രിപ്ഷനിൽ ചെയ്യാം. മന്ത്ലി 1 വെച്ചിട്ട് 60K ഒക്കെ കഴിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ കാൽഷ്യത്തിൻ്റെ ഇപ്പോൾ പാല്, മുട്ട, മീനുകൾ, പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, നട്ട്സ്, ഇതെല്ലാം കഴിക്കുക. ഇതൊക്കെ നിങ്ങൾ എപ്പോഴും കഴിച്ചിരിക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കേണ്ടത്. ഫൈബർ കൂടിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക. പിന്നെ ഇതൊരു പ്രൊസീജിയേഴ്സ് എന്തൊക്കെ ചെയ്തിട്ടാണ്, ഇനിയിപ്പോൾ എന്തെങ്കിലും സർജറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി, നമ്മൾ ഹാർട്ടിൻ്റെ കാര്യത്തിലൊക്കെ പറയുന്ന പോലെ ആൻജിയോപ്ലാസ്റ്റി അല്ല, അപ്പോൾ അതുപോലെ തന്നെ അത് ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. ഒരു സ്റ്റെൻറ്റ് പ്ലേസ് ചെയ്തിട്ട് ആ ഒരു നാരോയിങ്ങിനെ നമ്മൾ ഓപ്പൺ ആക്കുക, അല്ലെങ്കിൽ ആ ബ്ലോക്കേജിനെ നമ്മൾ ആ ഒരു ആർട്ടറിയിൽ ഇത് കയറ്റിയിട്ട് ബലൂൺ പോലെ വീർപ്പിച്ച് അത് അങ്ങനെ ശരിയാക്കുക. ആ ഒരു രീതിയിലാണ് ഇവിടെ ആൻജിയോപ്ലാസ്റ്റിയിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ബൈപ്പാസ് ചെയ്യാനുള്ളതുണ്ട്. അതെന്തുണ്ടാകുന്ന വെച്ചാൽ ഈ ബ്ലോക്ക്ഡ് ആയിട്ടുള്ളതിന് നമ്മൾ ബൈപ്പാസ് ചെയ്ത് വേറെ ചാനൽ, അതൊക്കെ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ആ പ്ലേറ്റ് ഡെപ്പോസിഷൻ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് ടെക്നിക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ചെറിയ രീതിയിൽ അതിന് ലാഘവത്തോടെ തള്ളിക്കളയാതെ എന്തായാലും ഡോക്ടറെ കാണിക്കുക. എന്താണെന്നുള്ളൊരു ചെക്കപ്പ് നടത്തുന്നതുകൊണ്ട് യാതൊരു വിഷയവും ഇല്ലല്ലോ നമുക്ക്. അപ്പോൾ അത് ചെക്കപ്പ് ചെയ്യാനായിട്ട് നോക്കുക.
സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. ഇതേ കാര്യത്തിന് തന്നെയാണ് നമ്മൾ ലെഗിൽ അറ്റാക്ക്, കാലിൽ അറ്റാക്ക് വരുന്നു എന്നൊക്കെ ചില ആൾക്കാർ പറയാറുണ്ട്. അപ്പം അത് ആണ് ഈ PAD എന്ന് പറയുന്നത്, പെരിഫറൽ ആർട്ടറി ഡിസീസ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഒരുവിധം ആൾക്കാർക്ക് വലിയൊരു ധാരണ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.